പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് UP സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും പുരോഗമനപരമായ, ഏറ്റവും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഉൾക്കൊണ്ട ഒരു നിയമനിർമ്മാണമായിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, നമ്മൾ സാധാരണ നരേഗ എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്താണ് ഈ പദ്ധതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം? യഥാർത്ഥത്തിൽ ആ മാറ്റം ഗുണകരമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നായിരുന്നു ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. കൃത്യമായി തൊഴിൽ ദിവസങ്ങൾ 100 ദിവസങ്ങൾ ഉറപ്പു നൽകുന്നതായിരുന്നു. അതിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. 100% കേന്ദ്ര ഫണ്ടായിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം, അതായത് തൊഴിലുറപ്പിന് പോകുന്നവർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കോസ്റ്റ് മാത്രം സംസ്ഥാന സർക്കാർ വഹിച്ചാൽ മതിയായിരുന്നു. ബാക്കിയെല്ലാം കേന്ദ്രം തരും. ഈ പദ്ധതിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ നിന്ന് മഹാത്മാഗാന്ധി ഔട്ട്. മഹാത്മാഗാന്ധി ഔട്ട്. ഇനി മഹാത്മാഗാന്ധി ഇല്ല. ഗാന്ധി എന്ന പേരേ വെട്ടിമാറ്റി. പകരം ഈ പദ്ധതിയുടെ പേരെന്തായി എന്നറിയാമോ? VBG റാംജി. VBG റാംജി. എന്താണ് VBG? വികസിത് ഭാരത് ഗ്യാരണ്ടി. വികസിത് ഭാരത് ഗ്യാരണ്ടി. മഹാത്മാഗാന്ധിക്ക് പകരം വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ. ഇനിയാണ് റാംജി. റാംജി കൂടി വരും. രാമനില്ലാത്തൊരു കളിയില്ലല്ലോ. അപ്പോൾ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നുള്ളതാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ, VBG റാംജി. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നതിൽ നിന്ന് ഗാന്ധി പുറത്താവുകയും VBG റാംജി എന്ന പേരിൽ ആ പദ്ധതിയുടെ പേര് മാറ്റുകയും ചെയ്യുന്നു. പേര് മാറ്റിക്കോട്ടെ. ഇനി ഗാന്ധിയോട് അത്രയധികം പ്രിയമില്ലാത്ത ആളുകൾ, പക്ഷേ അത് സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാകുമല്ലോ. ഗാന്ധിയുടെ പേര് മാറ്റിയത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആ പദ്ധതിയിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് നോക്കൂ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പിൽ 100 തൊഴിൽ ദിനങ്ങളാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ VBG റാംജിയിൽ തൊഴിൽ ദിനം 125 ഉണ്ട്. ഇത് കണ്ട് സന്തോഷിക്കാൻ വരട്ടെ. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. വേതനം 15 ദിവസത്തിനകം കൊടുക്കണം, ഇല്ലെങ്കിൽ അലവൻസ് കിട്ടും എന്നുള്ളതാണ് ഇതിൽ പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം. അത്ര പോസിറ്റീവാണോ എന്നാൽ യഥാർത്ഥത്തിൽ കാര്യം, പഴയ പദ്ധതിയിൽ ഈ വേതനത്തിൻ്റെ 100% കേന്ദ്രത്തിൻ്റെ വിഹിതമായിരുന്നു. അതായത് ഇപ്പോൾ തൊഴിലുറപ്പിൽ നമ്മുടെ തൊഴിലാളികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പണം മുഴുവനും 100% കേന്ദ്ര സർക്കാരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അതിലെ വിഹിതം എന്ന് പറയുന്നത് തൊഴിൽ സാധനങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് മാത്രം സംസ്ഥാന സർക്കാർ, അതിന് 25% സംസ്ഥാന സർക്കാർ കൊടുക്കണം. അത്ര മാത്രമേ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. വലിയ ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല. കാലാകാലങ്ങളായി കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് വരികയുമാണ്. ഇതിനിടയിലാണ് പുതിയ വേതനത്തിൽ 40% സംസ്ഥാനം വഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 60% മാത്രമേ കേന്ദ്രം വഹിക്കൂ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കുന്നു. എന്നിട്ടത് സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്ക് വെച്ചു കൊടുക്കുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ 100% ഫണ്ടിംഗ് ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ 100% എന്നുള്ളത് മാറി 60% മാത്രം കേന്ദ്രം വഹിക്കും, ബാക്കി 40% സംസ്ഥാന സർക്കാർ വഹിക്കണം എന്ന് പറയുന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല. പേരുമാറ്റമുണ്ടായി, ശരി. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം, 100% എന്നുള്ളത് 60% മാറ്റി 40% സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കി മാറ്റുന്നു. അവിടെയും കൊണ്ടും അവസാനിക്കുന്നില്ല. കാർഷിക വിളകൾ എടുക്കുന്ന സമയത്ത് ഹാർവെസ്റ്റിംഗ് സീസണിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടാവില്ല. കാരണം അത് ആ സമയത്ത് ആ പണിക്ക് പൊക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അത് തീരുമാനിക്കാമെന്നുള്ള അവസ്ഥ മാറുകയും ഹാർവെസ്റ്റിംഗ് സീസണിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുകയും ചെയ്യും. അവിടെ കൊണ്ടും തീരുന്നില്ല. പഞ്ചായത്തുകളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രോജക്റ്റ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമീണ തല ആസൂത്രണം എന്ന് പറയുന്നത്, താഴെത്തട്ടിലുള്ള ആസൂത്രണം എന്ന് പറയുന്നത്, ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. താഴെത്തട്ടിൽ പഞ്ചായത്തുകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണി എവിടെയൊക്കെ നടത്തണമെന്ന് തീരുമാനിക്കും. ഇനി അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. പകരം പ്രധാനമന്ത്രിയുടെ ഒരു ഗ്രിഡിൽ നിന്ന്, ഡിജിറ്റൽ ഗ്രിഡിൽ നിന്ന്, ആ പ്രോജക്റ്റിൽ നിന്ന് വരുന്ന പദ്ധതിയായിട്ടായിരിക്കും അത് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ എല്ലാ അധികാരവും ആര് കൊണ്ടുപോകുന്നു? കേന്ദ്രം കൊണ്ടുപോകുന്നു. എന്നാൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ആരിലേക്ക് മാറ്റുന്നു? സംസ്ഥാന സർക്കാരിലേക്ക് മാറ്റുന്നു. മഹാത്മാഗാന്ധി പദ്ധതിയിൽ നിന്ന് ഔട്ടാവുന്നു. അല്ലെങ്കിൽ തന്നെ ഗാന്ധിയൊക്കെ എന്നേ നമ്മളുടെ പദ്ധതികളിൽ നിന്ന് പുറത്തു പോകപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഇവിടെ ഗാന്ധി എവിടെ ജീവിക്കുന്നു എന്ന ചോദ്യമാണല്ലോ ബാക്കി നിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ വലിയ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാവാൻ പോകുന്നത് ഈ ഘട്ടത്തിലാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. VB-G എന്നുള്ളത് പദ്ധതിയിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കേന്ദ്ര സർക്കാരാണ് ഇത് നിശ്ചയിക്കാൻ പോകുന്നത്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര ബജറ്റ് വിഹിതത്തിൽ വലിയ കുറവുണ്ടാവുകയും ചെയ്യും. അപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കഥ. പ്രിയപ്പെട്ടവരെ, ഇടവേള വേണം.